എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വെച്ചാൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ, നമ്മളെ വീട്ടിലെ വീഡിയോ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് നമുക്ക് ആ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ അങ്ങനെ സ്കൂളൊക്കെ തുറക്കാനായാലും അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നമുക്ക് എന്താ വെച്ചാൽ പൊതിച്ചോറ്, നമ്മളിപ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ ആ ഒരു പൊതിച്ചോറ് ആയിട്ട് അതിലുള്ള വിഭവങ്ങൾ, ആ നാടൻ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഒക്കെ അത് പൊതിച്ചോറ് കിട്ടുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കേ. ഇതിപ്പോൾ നമ്മളവിടെ മുറ്റത്തുള്ള തന്നെയാണ് നമ്മളെ കാന്താരി മുളകിൻ്റെ, നമ്മൾ സാധാരണ നാടൻ മുളക്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കട്ടെ, അതൊക്കെ ഇപ്പോൾ വേണം നമുക്ക്, ചീരയ്ക്കൊക്കെ വേണമല്ലോ. അപ്പോൾ ആദ്യം അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെക്കാം. പൂച്ച പിന്നെ ഒപ്പത്തിനൊപ്പം ഉണ്ട്. ഇതാ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അതിഥികൾ കൂടി ഉണ്ടാവും ഇവിടെ. ഈ പഴങ്ങളൊക്കെ ഉണ്ട്, ഈ പറമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ പഴങ്ങൾ, അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ അങ്ങനെ പോവുകയും ചെയ്യും അത് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതാ ഇതിപ്പോൾ ഇവിടെ ഉണ്ടായ ഇത് പുറകിലാണ്, അടുക്കളേൻ്റെ ആ ഭാഗത്ത് പയർ കണ്ടില്ലേ, നല്ല കുറ്റിപ്പയറാണിത്. ഇത് തനിയെ ഉണ്ടായതാ തോന്നുന്നുണ്ട്, ഇങ്ങനെ ഈ നമ്മൾ പുറത്തേക്കൊക്കെ ഇടുന്ന അതിൽ നിന്നുണ്ടായതാണിത്. മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഇപ്പോൾ പൂച്ച ഇവിടേക്ക് എത്തി. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇവിടേക്കായി, ഇത് പുറകിലാണ്. നമ്മുടെ ചീര അതും ഇവിടെ. അപ്പോൾ ഇതാണ് നമുക്ക് ചീര വാട്ടാനുള്ളത്, വറവിൽ ഉപയോഗിക്കാനുള്ളത്. മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ വല്ലാതെ പൊടി ചളിയൊന്നും ഉണ്ടാവില്ല ഇലയിൽ. നല്ല രസമാണ്. നമ്മൾ പറമ്പുകളിലൊക്കെ, മിക്കവാറും പറമ്പുകളിലൊക്കെ കാണുന്നതിനാണ് ഈ ഒരു ചീര. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കും അതെ. ഇത് നമ്മൾ ഈ ഒരു ചീര മാത്രം ആണ് എടുക്കുന്നത്, വേറെ സാധാരണ നമ്മൾ എടുക്കുന്ന ആ ചീര അതിൽ ചേർക്കാതെ ഇത് മാത്രം. അത് തന്നെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അപ്പോൾ ആവശ്യത്തിനുള്ളതാണ്ട് എടുത്തതാണ്. ഏത് നേരം ഇവിടെ അടുക്കളയിൽ തന്നെയാണ്. പൂച്ചയ്ക്ക് ഇപ്പം ഇന്ന് മീൻ ഇല്ല, എന്നാലും പൂച്ച കഴിക്കണത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മീൻ ഉണ്ടോ എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയാണ്. മീൻ വാങ്ങുന്ന സമയമൊക്കെയാണ് ഇത് ഞങ്ങളത്. അപ്പോൾ ആ ഒരു നേരത്ത് അടുക്കളയ്ക്ക് അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മീനൊക്കെയാണോ നന്നാക്കണമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ചീര ഒക്കെ നല്ലപോലെ കഴുകിയെടുത്ത് അതിഞ്ഞ് അരിഞ്ഞ് ആദ്യം ചീരേൻ്റെ വറവിൽ വയ്ക്കുക ചെയ്യുന്നത്. പിന്നെ കറിയായിട്ട് ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ടേ അപ്പോൾ നമുക്ക് ഇതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അരയ്ക്കാനും അതെ, ആ ഒരു ചമ്മന്തി അരയ്ക്കാനേ ഉള്ളൂ. ഇന്നേതായാലും നമ്മൾ ഇങ്ങനെ ഒരു വെറൈറ്റി, നമ്മളെ പൊതിച്ചോറ്. പിന്നിപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി വറവിടാനുള്ളത്, അത് അമ്മ ഒക്കെ നന്നാക്കി എടുക്കുകയാണ്. അതായത് നമുക്ക് വറുത്ത്, അതായത് നമ്മൾ വഴറ്റിയിട്ട് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി. ഇതാ നമ്മൾ നേരത്തെ എടുത്തു കൊണ്ടുവന്ന ആ ഒരു നല്ല ഇവിടെ തന്നെയുള്ള ആ ഒരു മുളക്. പിന്നെ സാധാരണ പച്ചമുളക് ഒന്ന് ചേർക്കണം, എന്നാൽ ചിലപ്പോൾ എരിവ്
ഇത് പിന്നെ ഇത്രയേ ഉള്ളൂ, ഇനി ആയിട്ട് വേണം. ഉള്ളി അരിഞ്ഞതും പിന്നെ നമ്മളെ ഈ ഒരു മുളക് അത് ചേർത്തിട്ടുണ്ട്. ചീര ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ ഇനി പപ്പടം കാച്ചാണ്ട്. അപ്പം ഇനി അടുത്ത പണി ഇതാണ്. ചീരയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു. ഇനി അത് വഴറ്റി ഉണ്ടാക്കാനേ ഉള്ളൂ. അടുത്ത് നമ്മൾ ചീര അതുണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട് വഴറ്റി വാടി വരുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്ന അത്രയൊന്നും ഇല്ലല്ലോ. വെന്ത് കഴിഞ്ഞാലൊക്കെ ഒതുങ്ങും. നമുക്ക് ഇനിയിപ്പോൾ അതിൽ നമുക്ക് ഉപ്പേ ചേർക്കാനുള്ളൂ. അതും ചേർത്തൊന്ന് അടച്ചു വെച്ച് കണ്ട് വേവിക്കുക ചെയ്യാം. വെള്ളമൊന്നും വേണ്ട, നേരെ അടച്ചു വെച്ചിട്ട് കണ്ട് വേവിക്കാം. അതാ നമ്മൾ ചീര അതിവിടെ റെഡിയായി. കുറച്ച് വെള്ളത്തോടു കൂടിയാണെങ്കിൽ ആ ഒരു ചുവന്ന കളറിലേക്ക് പിന്നെ വെള്ളം, ഇത് പിന്നെ മറ്റേ കട്ടയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചീര വറവിൽ വേവിച്ചത് അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ട്, പിന്നെ അതായത് തേങ്ങ ചമ്മന്തി, പിന്നെ ഇപ്പോൾ കോഴിമുട്ട വറക്കൽ അപ്പം പോലെ. അടുത്ത് നമുക്ക് ചമ്മന്തിൻ്റെ കാര്യങ്ങൾ അത് നോക്കാം. ചെറിയ ഉള്ളി, ഇന്നിപ്പോൾ ചെറിയ ഉള്ളിയാണ് കാര്യമായിട്ട്. ഇന്ന് പ്രധാനമായിട്ട് ഉള്ള ചേരുവ ഒന്ന് ചെറിയ ഉള്ളിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അരി വെന്തുണ്ട് ചോറ്, അപ്പോൾ അത് വാർക്കൽ അമ്മ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അരി വാർക്കൽ സ്ഥിരമായിട്ട് അമ്മ തന്നെയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇടയിൽ ചെയ്തങ്ങനെ പോട്ടെ. നമുക്ക് ഈ ദോശ ചട്ടി അതിൽ വേണം എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് പുരട്ടിയിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും അത് നന്നാക്കി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് വേണം അത് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് അരയ്ക്കാൻ. അങ്ങനെ വഴറ്റിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ തേങ്ങ അതിലേക്ക് വേണ്ടത് ആയി. പിന്നെ പുളിയാണ്. പൂച്ചതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ്, അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കുകയാണ്. ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിലേക്ക് കറിവേപ്പില, അതുപോലെ പുളി, നമ്മുടെ സാധാരണ പുളി, പിന്നെ തേങ്ങ ചിരകിയത്. ലേശം ഉപ്പ് പാകത്തിന്. ഇത് നമുക്കിട്ട് അരച്ചിട്ടെടുക്കാം. ഇതാ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഇവിടെ ആയി. ഇതിപ്പോൾ നമുക്ക് ഇനി ഒരു പാത്രത്തിൽ ആക്കി വെക്കാം ഓരോന്ന്. അതും കഴിഞ്ഞല്ലോ. നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചമ്മന്തി, അതുപോലെ ചീര, പിന്നെ ഇപ്പം ഇനി ഇതേ ഉള്ളൂ നമുക്ക് കോഴിമുട്ട. അതിൻ്റെ സമയം ആയിട്ടില്ല, 10 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലത്തെ നമ്മൾ ഒരു പിടി നിലക്കടല അത് കഴിക്കട്ടെ. അത്യാവശ്യം നല്ലൊരു
മഴ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മഴയ്ക്ക്. അപ്പോൾ ആ സമയം നല്ല രസമാണ്. ഇങ്ങനെ ആ ഒരു നിലക്കടല ഉണ്ടല്ലേ, കുറച്ചേ ഉള്ളൂ. നോക്കി പൂച്ച പിന്നെ കുറേ നടത്തൊക്കെ കഴിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്തെ ഇറക്കുള്ളൂ. രാവിലത്തെ ചായക്കും അതുപോലെ ഉച്ചക്കിലെ ചോറിൻ്റെ ഇടയിലും എന്തെങ്കിലും ഒരു കഴിക്കലുണ്ട്. ഇന്നിപ്പോൾ ഇതാണ്. ഇന്നത്തെ ഇപ്പം എന്താ വെച്ചാൽ പൊതിച്ചോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഇതായിരുന്നു. ഞാൻ വളരെ ചുരുക്കം സ്കൂളിലേക്ക് ഈ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുള്ളൂ. അതിന് ചോറ് കൊണ്ടുപോകല് ഇടയ്ക്കൊക്കെ ഒന്ന് അവിടുന്ന് ഒരു കഞ്ഞി, സ്കൂളിൽ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞി പയറ് ചിലപ്പോൾ ഒന്ന് കഴിക്കും. അല്ലെങ്കിൽ ആ ചെറുപയർ മാത്രം വാങ്ങി കഴിച്ചിങ്ങനെ പോരും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം. അപ്പോൾ ചില പൊതിച്ചോറിൻ്റെ കുറവാണ്, പക്ഷെ കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്ന വിഭവങ്ങൾ ഇതാണ്. ഈ ഒരു ചീര വറവിൽ വെച്ച്, അത് ഈ ചീര തന്നെയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ചുവന്ന ചീര അല്ലെങ്കിൽ പച്ച ചീര അല്ലാതെ ഈ ഒരു ചീര തന്നെയാണ് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റ് അത്. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ ഉപയോഗിക്കലില്ല, എടുക്കലില്ല. അതാണ് പറമ്പുകളിലൊക്കെ ഇങ്ങനെ കാണാതെ. ഞാൻ എവിടെ ഉണ്ടെങ്കിലും അത് അവരോട് ചോദിച്ച് എടുത്തുകൊണ്ടിരും. പിന്നെ ഉള്ളത് ഈ തേങ്ങാ ചമ്മന്തി, അത് പിന്നെ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് മിക്കവാറും. പിന്നെ കോഴിമുട്ട ഈ വറക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമ്മൾ അപ്പം പോലെ തന്നെ അതിൽ ഈ ചെറിയ ഉള്ളി മുളക് കൂടി അരച്ച് ചേർത്തിട്ട് അങ്ങനെയായിരുന്നു ഇപ്പം അമ്മ അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതും ഈ പപ്പടും ഇത് ഇത്രയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാവലുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചെറിയ അച്ചാർ കിട്ടുമല്ലോ, അച്ചാറിൻ്റെ പാക്കറ്റ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കലുണ്ട്. അന്ന് 10 പൈസയൊക്കെ കിട്ടിയിരുന്നു ബീറ്റ്റൂട്ടിൻ്റെ അച്ചാർ അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അരി നെല്ലിക്ക, അതൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. ഉണക്കമീൻ വറുത്തത്, പക്ഷെ മീൻ പൊതുവെ കുറവാണ്. ഇതാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആക്കിയത്, ഈ ഇത്രയും വിഭവങ്ങൾ. ഇപ്പോൾ ചിലർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഭവങ്ങളൊക്കെ മാറ്റം ഉണ്ടായിരിക്കാം. എൻ്റെ ഒരു പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വിഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല. മുളകും ഉണക്കമീനും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, പക്ഷെ അതും നിർബന്ധമില്ല. ഈ അച്ചാറും അങ്ങനെ തന്നെ. ഇത്രയും മതി. പൊതിച്ചോറ് ഉണ്ടല്ലേ, കൊണ്ടുപോകില്ലേ സ്കൂളിലേക്ക്? സ്കൂളിലേക്കും പിന്നെ അല്ലാതെ എങ്ങനെ പിന്നെ ജോലിക്കും ആ അല്ല ഇടയ്ക്ക് ഇങ്ങനെ അതേമാതിരി പൊതിഞ്ഞു കൊണ്ടുപോകലുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി പിന്നെ ഒന്നുമില്ലല്ലോ ഉണ്ടാക്കാനില്ല, പിന്നെ ഇപ്പോൾ കോഴിമുട്ടയുള്ളൂ. അപ്പോൾ ഇവിടെ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്, കണ്ടില്ലേ? ഇങ്ങനെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്താണ്. അവിടെ കിടക്കുള്ളൂ, അങ്ങനെ ഉയർന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അപ്പുറത്ത്, ആ തൊട്ടപ്പുറത്ത് കാണുന്നിടത്ത്. ഇവിടെ കൂടുതൽ കിടക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പൊക്കെ കഴുകിയെടുക്കും. അതിൻ്റെ അടപ്പും കാര്യങ്ങളും പിന്നെ എല്ലാം ഒക്കെ തുടച്ചെടുക്കും, നല്ലപോലെ തുടച്ചെടുക്കുക ചെയ്യുക. അതാണ് പൂച്ച അവിടെ കിടക്കട്ടെ. നമുക്കിതാ ഇനി കോഴിമുട്ടയൊക്കെയുള്ളത് നമ്മൾ അതും ചെറിയ ഉള്ളിയും നമ്മളെ മുളക് പൊടി ഇവിടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് അരച്ചെടുത്തു. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളി ഒക്കെ അരച്ചത്, പൊടി മാത്രമായിട്ട് ചേർക്കുന്നതിന് പകരം. നേരൊന്നും അന്ന് മുമ്പൊക്കെ ചെയ്തിരുന്നു അവിടെ വീട്ടിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആക്കിയത്. അതിന് അമ്മീമിലാണ് അരച്ചിരുന്നത്. 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ആയിരിക്കും പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ദോശച്ചട്ടിയിലാണ് അതിലൊക്കെ, അതും നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ
അപ്പോൾ എല്ലാം ആയി. ഇനി നമുക്ക് നേരെ ആ ഒരു വാഴേൻ്റെ ഇല ഒക്കെ വാട്ടിയതാണ്. പിന്നെ ഈ ഒരു പേപ്പറൊക്കെ വെച്ച് നമുക്ക് ഇനി അത് അതിലേക്ക് വിളമ്പി നമുക്കുണ്ട് നന്നാക്കിയിട്ട് കെട്ടി വെക്കാം. അതായത് സാധാരണ പോലെ തന്നെ മടക്കിയൊക്കെ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ അമ്മയ്ക്കുള്ളത്. നിങ്ങൾക്കിതുപോലെ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇത്രയും വിഭവങ്ങൾ ഇങ്ങനെ പൊതിച്ചോറിൽ പിന്നെ സാധാരണ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അതെ അതിലേക്ക് ഒരു കറിയും കൂടി ഉണ്ടാവും. നമ്മൾ ഒഴിച്ച് കറി അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇനി എനിക്കുള്ളതാണ്, അമ്മയ്ക്കുള്ളതാണ് ഇപ്പോൾ കെട്ടിയത്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ പൊതിച്ചോറ് പപ്പടം ഒന്ന് പൊട്ടി ചമ്മന്തി അത് ഉഗ്രൻ ചമ്മന്തിയാണ്. കോഴിമുട്ട നോട്ടെ ഞാനൊന്നോട്ടെ. കോഴിമുട്ട ഉള്ളി അരച്ചതായോണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. ചീര പിന്നെ പറയേണ്ട കാര്യമില്ല, ഉഗ്രൻ ചീര. ഇന്നത്തെ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.